ഒരു ചീനച്ചട്ടിയിലോട്ട് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിലോട്ട് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തേക്കുന്ന ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, കോളിഫ്ലവറും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് സോഫ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്കിതിലോട്ട് സവാളയും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. അതും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് സൈഡിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. പനീർ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് പനീറും സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ആ സെയിം ചീനിച്ചട്ടിയോട് കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് അതിലോട്ട് ഹോൾ സ്പൈസസും പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിഞ്ഞ സവാളയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതുപോലെ കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് അതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലോട്ട് തക്കാളി പ്യൂരിയാക്കിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഗ്രേവി ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പനീറും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. കസൂരി മേത്തിയും കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക.